ഞാൻ സിറൈ എന്ന് പറയുന്ന ഫിലിം കണ്ടു സുഹൃത്തുക്കളെ. 2025 തമിഴിൽ ഇറങ്ങിയേക്കണ ഏറ്റവും നല്ല പടമാണെന്ന് തോന്നുന്നു എനിക്ക് സിറൈ. പിന്നെ അതിലെ നായികേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ നായികേനെ ഞാൻ കുറേ മുമ്പ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചന്തക്കാരി 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 നീ എന്നുള്ള ഇതിനകത്ത് നമ്മുടെ മമിത ബൈജുവിൻ്റെ കൂടെ ഒരു പെണ്ണ് അഭിനയിക്കണില്ലേ, നമ്മുടെ പ്രേമലൂല്. ആ കുട്ടിയുണ്ട്, ഈ കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ കാണാൻ നല്ലൊരു ക്യൂട്ടായിരുന്നു, നല്ല പല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ പല്ലിങ്ങനെ ഇത്തിരി, ഈ ഫ്രണ്ടിലത്തെ പല്ല് ഇത്തിരി തെറ്റി നിൽക്കണ പല്ലാണ്. അപ്പോൾ തന്നെ ഒരു രസമുണ്ട്, എൻ്റെ ചിരിയൊക്കെ കാണാൻ രസമുണ്ട്. അപ്പോൾ ഞാനടുത്ത് ഇതിനെന്നാൽ വീണ്ടും വീണ്ടും ഒന്നും സിനിമ കിട്ടാത്തതെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിനൊരു നല്ല വേഷം ആ കുട്ടിക്ക് കിട്ടിയേക്കണത്. എന്ത് രസമായിട്ട് അത് ചെയ്തേക്കണത്. അതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുവാന്നേ തോന്നില്ല, അത്രമേ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നടനാണെങ്കിൽ ആ ചെറുക്കൻ വിക്രം പ്രഭു ആണ് നടൻ. പക്ഷെ വിക്രം പ്രഭുവിനേക്കാൾ ഇവർ രണ്ടുപേരും സ്കോർ ചെയ്തു. ആ കൊച്ചു ചെറുക്കൻ്റെ ആണെങ്കിലും ഫസ്റ്റ് ഫിലിമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും സിറൈ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണൂട്ടോ. കരഞ്ഞ് ഇന്നലെ രാത്രി മുഴുവൻ കരഞ്ഞ് എൻ്റെ ഊപ്പാട് തീർന്നു. ഒരു ഗുഡ് മൂഡിലല്ലെങ്കിൽ ഒരിക്കലും ആ പടം പോയി കാണരുത് കേട്ടോ. പിന്നെ വിഷമാവും, കൂടുതൽ വിഷമാവും. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ റിയൽ ലൈഫിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ മാത്രമേ കാണാമുള്ളൂ. പിന്നെ ഞാൻ ക്ലൈമാക്സ് ഒന്നും പറഞ്ഞാൽ നിങ്ങളെ അതിൻ്റെ ഇത് കളയണില്ല, സ്പോയിലർ ചെയ്യണില്ല. എന്തായാലും നല്ല ക്ലൈമാക്സ് ആണ്. എന്തായാലും ഇത് കാണാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നല്ല പടം മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ. നല്ലൊരു സിനിമ. പാട്ടുകളൊക്കെ ആണെങ്കിലോ, കുറേ നാളുകൾക്ക് ശേഷം തമിഴിൽ നല്ലൊരു പാട്ട് ഇട്ടിട്ടുണ്ട്, ചിന്മയി ശ്രീപാദയ്ക്ക്. പിന്നെ നമ്മുടെ മലയാളി കാന്താ ഞാനും വരാം, ആ പാട്ട് പാടിയേ അവന് ഒരു ശ്രീകാന്ത് എന്നാണ് അവൻ്റെ പേര്, ശ്രീനാഥ് എന്നാണ്. അവനൊരു നല്ല പാട്ട് കിട്ടിയിട്ടുണ്ട്. 2 പാട്ടുകളുണ്ട്. ഒന്ന് വിക്രം പ്രഭുവും ഭാര്യയായിട്ടുള്ള പാട്ടുണ്ട്, അത് നല്ല പാട്ടാണ്. പിന്നെ ഈ 2 കുഞ്ഞു പിള്ളേർ തമ്മിലുള്ള പാട്ടുണ്ട്, അത് നല്ല പാട്ടാണ്. നീലോത്തി, ആ പാട്ടാണ് കേട്ടോ. ഈ പിള്ളേരെ തമ്മിലുള്ള വേറൊരു പാട്ട് കൂടെ ഉണ്ട്, അവർ ഇഷ്ടമുള്ളപ്പോൾ ലവ് ആയിരുന്നപ്പോൾ ഉണ്ടാവുന്ന ഒരു പാട്ടുണ്ട്. വിക്രം പ്രഭുവിൻ്റെ പടം ഞാൻ കാണും. വിക്രം പ്രഭുവിൻ്റെ ആകെ 5-6 പടങ്ങളേ ഉള്ളൂ, പക്ഷെ ഞാനെല്ലാം കണ്ടിട്ടുണ്ട്. വിക്രം പ്രഭു എൻ്റെ ചൈൽഡ്ഹുഡ് ക്രഷായിരുന്നു. ഏതാണെന്നറിയാം, നമ്മുടെ കുംകി സിനിമയിൽ അയ്യയ്യോ ആനന്ദമേ, ആ സിനിമയിൽ തൊട്ട് എനിക്ക് വിക്രം പ്രഭുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വിക്രം പ്രഭു എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി കണ്ടതാണ്. പക്ഷേ ഭയങ്കര ഈ പിള്ളേരാണ് അതിൽ സ്കോർ ചെയ്തേക്കുന്നത്.